ആരെയും ഭയപ്പെടുത്തുന്ന 4 കൊലപാതകങ്ങളുടെ കഥ. കൊലപാതകത്തിന് ശേഷം കൊലപാതകൻ ദീർഘനേരം ആ വീട്ടിൽ താമസിക്കുകയും അവരുടെ ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഒരു കൊലപാതകത്തിന്റെ കഥ. അമേസിംഗ് മലയാളിയിലേക്ക് സ്വാഗതം. ചുരുളഴിയാത്ത രഹസ്യങ്ങൾ. ജപ്പാനിലെ സെറ്റഗായ എന്ന പ്രദേശത്തെ ഒരു വീട്ടിലെ 4 പേരെ കൊലപ്പെടുത്തിയ ഒരു കൊലപാതകിയുടെ കഥ. രാവിലെ വന്ന് വാതിൽ തുറന്ന ആ മുത്തശ്ശി ഞെട്ടിയത് ഒരുപാട് രക്തം വാർന്നൊഴുകി തന്റെ കാൽക്കിലേക്ക് വരുന്നത് കണ്ടിട്ടാണ്. ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോൾ ഒരു വീട്ടിലെ 4 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു. 3 പേരെ കത്തികൊണ്ട് കുത്തിയും ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ചുമാണ് കൊന്നത്. ഈ 4 പേരുടെയും കൊലപാതകത്തിന് ശേഷം ആ വീട്ടിൽ നിറയെ ധാരാളം DNA സാമ്പിളുകൾ. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. കൊലപാതകത്തിന് ശേഷം കൊലപാതകി ദീർഘനേരം ആ വീട്ടിൽ താമസിച്ചു, കമ്പ്യൂട്ടർ ഉപയോഗിച്ചു, ഭക്ഷണം കഴിച്ചു, ചായ ഉണ്ടാക്കി കഴിച്ചു, 4 ഐസ്ക്രീമുകൾ തിന്നു തീർത്തു, ധാരാളം ഡ്രസ്സുകൾ മാറി മാറി ധരിച്ചു നോക്കി, പേപ്പറുകൾ വാരി വാരി എറിഞ്ഞു. അവിടെ എല്ലാ സ്ഥലത്തും DNA. പക്ഷേ 26 വർഷത്തിനു ശേഷം ആ കേസ് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആ കൊലപാതകി അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് എവിടെയോ ആ കൊലപാതകി ഉണ്ട്. ഇന്നും തെളിയിക്കാൻ കഴിയാത്ത 26 കൊല്ലത്തിന് ശേഷവും ജപ്പാൻ പോലീസിനെ കുഴക്കുന്ന ഒരു ക്രൈം